മക്കളുമായി പുറത്തു പോകുമ്പോൾ ഞാൻ സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണ് മക്കൾ എങ്ങനെയാണ് തല്ലുപിടിക്കാതെ ഒരുമിച്ച് സ്നേഹത്തോടെ കളിക്കുന്നതെന്ന്. ഇതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. നിങ്ങൾ വാഴ 2 മൂവി കണ്ടതാണോ? അതിലെ ഹാഷിറിന്റെ അമ്മയെ പോലെ ആകാതിരുന്നാൽ മതി. ഇളയ കുട്ടി ഉണ്ടാകുന്നത് മൂത്ത കുട്ടിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ആകാതിരുന്നാൽ മതി. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും രണ്ടുപേരെയും ഒരുപോലെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഇതിൽ ഹാഷിറിന്റെ അമ്മ പലപ്പോഴും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ഹാഷിറെ ഹാഷിറെ എന്ന് വിളിച്ച് അവനിൽ ഓവർ ഡിപെൻഡന്റ് ആവുന്നത് നമുക്ക് കാണാം. ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി രണ്ട് കുട്ടികളെയും ഒരുപോലെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കാതെ മൂത്ത കുഞ്ഞായതുകൊണ്ട് മാത്രം ഹാഷിറിന് ഒരുപാട് ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്. ഇതിന് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ കുട്ടിയുടെ ഡ്രസ്സ് കൊണ്ട് വിരിച്ചിടുക, കുട്ടിയെ ഡ്രസ്സ് മാറ്റിക്കുക, കുട്ടിയെ കളിപ്പിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഹാഷിറിന്റെ മാത്രം ഉത്തരവാദിത്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. കുട്ടി ലഞ്ച് ബോക്സ് സ്കൂളിൽ മറന്നു വെച്ചിട്ട് വരുന്നത് ആ സീനിൽ നമുക്ക് കാണാം. രണ്ട് കുട്ടികളും ഏകദേശം കുറച്ച് വളർന്നിട്ടുണ്ട്. അപ്പൊ അമ്മ ഒരു തവണ പോലും ഇളയ കുട്ടിയോട് നീ എവിടെയാണ് ചോറ്റുപാത്രം വെച്ച് മറന്നത് എന്ന് ചോദിക്കുന്നില്ല. പകരം അവർ ചെയ്യുന്നത് കുട്ടിയുടെ ലഞ്ച് ബോക്സ് കാണുന്നില്ല, നീ പോയി കണ്ടുപിടിച്ചിട്ട് വാ, എങ്കിലും മീനിന് ആഹാരം കൊടുക്കാൻ സമ്മതിക്കും എന്ന് പറഞ്ഞിട്ട് ഫിഷ് ഫുഡ് എടുത്ത് മാറ്റി വെക്കുന്ന ഒരു സീനുണ്ട്. ചോറ്റുപാത്രം എടുക്കാനായി സുഹൃത്തിന്റെ കൂടെ പേടിച്ച് പോകുന്ന ഹാഷിറിനെ നമുക്ക് കാണാം. അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അമ്മ രണ്ടുപേരെയും യാത്ര അയക്കുന്ന സമയത്ത് ഇളയ കുഞ്ഞിന് ഉമ്മ കൊടുക്കുകയും ഹാഷിറിനോട് കുഞ്ഞിനെ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് അവന്റെ ബാഗും കൂടി കൊടുക്കുന്ന ഒരു സീനുണ്ട്. അതും ശരിയല്ല. നമുക്ക് സന്തോഷത്തോടെ 1, 2, 3, 4 കുട്ടികളെ ഒരു വീട്ടിൽ ഒരുമിച്ച് വളർത്തണമെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്ത റെസ്പോൺസിബിലിറ്റി കൊടുക്കാതിരിക്കുക. അവരവരുടെ കാര്യങ്ങൾ, അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ അവരവരെ ചെയ്യാൻ പ്രാപ്തരാക്കുക. ഒരിക്കലും ഇളയ കുട്ടി മുതിർന്ന കുട്ടിക്ക് ഒരു ബാധ്യതയാകാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടിയുള്ള കുട്ടികളുടെ ബാല്യകാലം അവർ എൻജോയ് ചെയ്യും. അല്ലാത്ത പക്ഷം അവർ പരസ്പരം തമ്മിലടിക്കുകയും ശത്രുക്കളായി മാറുകയും ചെയ്യും. ഇനിയുള്ള പേരൻസ് എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് സന്തോഷത്തോടു കൂടിയുള്ള ഒരു പേരന്റിംഗ് ജേർണി മുമ്പോട്ട് കൊണ്ടുപോട്ടെ. ഹാപ്പി പേരന്റിംഗ്.